എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു മലയും അതിൻ്റെ നെറുകയിൽ പരിസ്ഥിതി സൗഹൃദമായി ഒരമ്പലവും. മലമുകളിലെ ഈ പ്രകൃതി ദൃശ്യം ആസ്വദിക്കണമെങ്കിൽ ഒരു വർഷം കാത്തിരുന്ന് വനം വകുപ്പിൻ്റെ അനുവാദത്തോടെ മലമുകളിലേക്ക് 2.5-3 മണിക്കൂർ കാൽനടത്ത വേണ്ടിവരും. എല്ലാ ശിവരാത്രി നാളിലും ഗോത്രാചാരപ്രകാരം തീർത്ഥാടനം നടത്താൻ വനം വകുപ്പ് അനുവദിച്ചിട്ടുള്ള നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ അമ്പൂരി, കുന്നത്തുമല, കന്നിത്തോൺമൂട്, കാല ഭൈരവ ക്ഷേത്രം. മലമുകളിലെത്തിയാൽ പശ്ചിമഘട്ട പർവ്വത നിരകളും അഗസ്ത്യാർകൂടവും നെയ്യാർ ജലസംഭരണിയും വൈറലായ കുമ്പിച്ചൽ പാലവും കാളിമലയും തെക്കൻ കുരിശുമലയും കോനിച്ചുമലയും കൊണ്ടകെട്ടിമലയും കണ്ണുകൾക്ക് ആനന്ദകരമായ ദൃശ്യഭംഗിയാണ് സമ്മാനിക്കുന്നത്. 3 മാസത്തെ മുന്നൊരുക്കത്തിലൂടെയാണ് ഇവിടെ എത്തുന്ന ഭക്തർക്കും പ്രകൃതി സ്നേഹികൾക്കും ഗോത്ര ജനത ലഘുഭക്ഷണം നൽകി സ്വീകരിക്കുന്നത്. അതിനായി മലമുകളിൽ പാത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും ചുമന്നെത്തിക്കുന്നതും തിരികെ പാത്രങ്ങൾ ചുമന്ന് മലയിറക്കുന്നതും അവർ തന്നെ. മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന യാത്രാ സംഘങ്ങളുടെ ഈ സുന്ദര നിമിഷങ്ങൾ കണ്ടാൽ നമ്മളും മല കയറി ഇറങ്ങിയതുപോലെ തോന്നും. ഈ വീഡിയോയിലൂടെ കന്നിത്തോൺമൂട്ടിലേക്ക് ഒന്ന് പോയി വരാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കന്നിത്തോൺമൂട് തീർത്ഥാടനത്തിൻ്റെ സുന്ദര നിമിഷങ്ങളിലേക്ക് സ്വാഗതം. ചുമന്നാണ് ഈ മലയുടെ മുകളിൽ ഈ ഉത്സവം നടത്തുന്നത്. നിങ്ങളുടെ ഒരു സഹകരണമാണ് ഞങ്ങളുടെ ഈ ഉത്സവത്തിന്റെ വിജയം എന്ന് പറയുന്ന ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം കയറി വരും. വേറെ പ്രോഗ്രാം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം ബോംബെ മാരത്തോണിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. 42 കിലോമീറ്റർ ഓട്ടം. നിങ്ങൾ പോയിട്ട് വരി, തിരിച്ചു വരുമ്പോൾ തന്നെ കാണാം. ഞാൻ മല കയറാമെന്നല്ല, നിങ്ങളുടെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതെ അതെ, ഞാൻ ഇവിടെ നിന്നിങ്ങനെ വരുന്നവരുടെ വലിയ പോലീസുകാരന്മാരൊക്കെ ഇറക്കണ്. മനോജ് സ്വാമി, മനോജ് സ്വാമി, മെല്ലെ വാങ്ങോ, മെല്ലെ വാങ്ങോ, മെതുവാ മെതുവാ. ഞാൻ വരണില്ല കേട്ടാ, നിങ്ങൾ പോയിട്ട് തിരിച്ചു വരൂ, ഞാനിവിടെ ഉണ്ടാവും. ചേട്ടാ എവിടെന്നാ വരണേ? ഇവിടെ 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 ആ കുടപ്പനോട്. ആ അപ്പൊ എനിക്കറിയാം, ഞാൻ വിചാരിച്ച ആള് തന്നെ. ആ അതെ അതെ അതെ. എത്ര വയസ്സായി ഇപ്പം? ആ 74. ഓക്കെ, 74 വയസ്സിൽ ഒരാൾ മല കയറുന്നുണ്ട്. അപ്പോഴാണ് നമുക്കിവിടെ ഇവിടെ അപ്പോഴാണ് 35 വയസ്സുകാരൻ മനോജ് ഇവിടെ കിടന്നുണ്ട് ക്ഷേത്രം എഴുതുന്നത്. 35 വയസ്സുകാരനായ മനോജ് ഇവിടെ അതെ അതെ അതെ. നീ അങ്ങനെ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ എന്നെ വിളിക്കാൻ പറഞ്ഞേ. വണ്ടി ഇവിടെ വരും. എല്ലാ വണ്ടി എന്നറിയാമോ? ഞാൻ
ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ഇവിടെ വണ്ടി വരുമോ? ഇത് എന്ത് പറ്റിയ സ്ട്രോക്ക് വന്നാണോ? വണ്ടി അവിടെ എത്ര കാലമായി? 14 വർഷം. ഓ ശരി. മല സ്ഥിരമായിട്ട് കയറുമോ? എല്ലാ വർഷം കയറും. ഓ ശരി. പേരെന്തുവാ? ഹായ്, കൊള്ളാം, നല്ല യാത്ര. കാവി കൊടി കാണുന്നുണ്ടാ? ഇപ്പൊ ആ മഴമേഘം വന്നെടുക്കണ്ടാ? വേണോ മുള വെള്ളം? പോണില്ല. ഒന്നില്ല. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. പറ്റൂലേ? തിരിച്ചിറങ്ങണോ? വേണ്ടല്ലോ. തിരിച്ചിറങ്ങാനോ? ആനച്ചൂരാണ് രാവിലെ ഓരോ തമാശയായിട്ടാണ്. നമുക്കൊരു അറ്റം പിടിച്ച് പോയാൽ പോകാൻ കല്ല് ഇന്നാലാണ് പ്രശ്നം. ബാക്ക് കല്ല് വീഴും. കല്ല് വീഴുന്ന ബാക്ക് തളന്നാ രമ്യ വന്നില്ലേ? ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ആളല്ലേ? ഇറങ്ങാ നിങ്ങൾ ഒരുമിച്ച് കഞ്ഞി കുടിച്ചിട്ട് പോയാൽ ഇന്ന് കട തുറക്കുന്നു. ആര് പറഞ്ഞു കട തുറക്കുന്നു? അവൻ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലേ? VTMNSS കോളേജ് ധനുവച്ചപുരം. എനിക്ക് 100% അറ്റൻഡൻസ്. ഡിഗ്രി മനോട്ട ഡിഗ്രിക്കാ പ്രീ ഡിഗ്രിക്കാ? മനോട്ടാ ഡിഗ്രിക്കാണോ പ്രീ ഡിഗ്രി? ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും തന്നെ പഠിച്ചത്. അത് ഇവിടെ 7ാം ക്ലാസ്. ആ കാണുന്ന 3 മലകളാണ് കൊണ്ടകെട്ടി. അങ്ങ് ചരിഞ്ഞ് ആന പോലെ കിടക്കുന്നത് കൂനിച്ചി. അതിനിപ്പുറത്ത് കൊണ്ടകെട്ടി. അതിനിപ്പുറത്ത് ആ മലയുടെ പേരെന്തിനാ? മാതാമലയോ? ആ അതിനിപ്പുറത്ത് ഇരിക്കുന്ന കുരിശുമല. അതാണ് തെക്കൻ തീർത്ഥാടന കേന്ദ്രം. അവിടെയാണ് കാളിപ്പാറയുള്ളത്. കഴിഞ്ഞ അതെ 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 കാളിമല അതാണ്. അതാണ് ആ മലയുടെ അത് കാണുന്നത്. കണ്ടോ ആ കാണുന്നത്? ഗൂഗിൾ മാപ്പിൽ നെയ്യാതെ വന്നിട്ട് അവിടെ അടുത്ത് എന്തോന്ന് നോക്കിയപ്പോ കാളിമല. അവിടെ ദൂരം ആരും ഇല്ലായിരുന്നു. മുകളിലോട്ട് പോയപ്പോ 2 പയ്യന്മാര് മാത്രം ഇറങ്ങിയായിരുന്നു. അപ്പൊ കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ടെൻഷനായി. ഞങ്ങൾ 2 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. മുകളിലാരെങ്കിലും ഉണ്ടോന്ന് അങ്ങനെയൊന്നും പേടിക്കണ്ട. പണ്ടാ കളയുള്ളൂ. അതിൽ ഒരാൾക്ക് ഇടയ്ക്ക് വയ്യാന്ന് പോയി. എന്നിട്ട് ഞങ്ങൾക്ക് പറയും ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പൊക്കാം. നമുക്ക് എന്റെ 8ാം ക്ലാസ്സിൽ വെച്ച് സ്കൗട്ട്സില് പ്രസിഡന്റ് 8ാം ക്ലാസ്സിൽ വെച്ച് പ്രസിഡന്റ് സ്കൗട്ടിന്റെ ഒരു ട്രെക്കിന് തമിഴ്നാട്ടിലൊരു മലയാണ് എനിക്ക് മാപ്പിൽ കിട്ടിയത്. രാത്രിയിൽ ഞാനത് കയറിയിട്ട് അവിടെ ഒരു ക്യാമ്പില് ഒരു അപ്പിൽ കിടന്നുറങ്ങി. ഞങ്ങൾ 2 പേര്. അല്ല എന്താണത്? അല്ല എന്തിനാണ്? എടുത്തു വീഡിയോ എടുത്തു. അത് എന്നിട്ട് ഗ്രൂപ്പിലിട്ടാ മതി. മനോജ് എന്ന് പറഞ്ഞ കാട്ടുപോത്തെന്ന് പറഞ്ഞാൽ വണ്ടി വരുന്നേ. ഇത് കൊള്ളാട്ടോ. ഇത് ഹൈലൈറ്റ് ആട്ടോ ഇന്നത്തെ ഹൈലൈറ്റ്. തിരിച്ചിറങ്ങി വരാൻ വേണം. എല്ലാം വേണം. വെള്ളം ഫ്രീ.
ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വന്നായിരുന്നു കൂട്ടമായിട്ട്. ഇങ്ങോട്ട് പോകുന്നത് അത് തന്നെ. ഇങ്ങോട്ട് പോകുന്നത് എവിടെയാണ്? എങ്ങോട്ടാണ്? തമിഴ്നാട് ഭാഗത്ത് യാത്ര പോകുന്ന സഞ്ചാരപാതയാണ്. അത് ശരി. കന്നിത്തൂൺമൂട് കലാഭൈരവ ദേവസ്ഥാൻ സംരക്ഷണ സമിതി ചക്കപ്പാറ. പേരൂടെ പറഞ്ഞു നോക്കൂ. പേര്? എന്റെ സന്തോഷം. സന്തോഷം. ക്ഷേത്രത്തിന്റെ സംരക്ഷണ സമിതി പ്രസിഡന്റാണ്. ആനണി ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു. ആന ഇന്നലെ സ്രാങ്കിനെ ആക്രമിക്കുന്ന രംഗമാണ്. സന്തോഷം പറയുന്നത് ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നു. ഇന്നലെ കാട്ടുപോത്ത് ഉണ്ടായിരുന്നു ഇവിടെ. അത് അല്ല, അത് ഇത് വിനീത കണ്ടിട്ട് ആരാ പറയണതാണ്. രാവിലെ ഇങ്ങനെ വരുന്നതായിട്ട് അനൗൺസ് ചെയ്ത് പോത്ത് അതുവഴി വള്ളിയാറ്റിന് കടന്നു എന്നാണ് അറിയുന്നത്. ഇങ്ങനെ വരുന്നു എടുത്തു. ഞാൻ നിങ്ങളെ കഴിഞ്ഞ് 1.5 മണിക്കൂർ വൈകിയാണ് കയറ്റം തുടങ്ങിയത്. നമുക്ക് എനിക്കറിയാം നിങ്ങൾ ആദ്യത്തെ കെട്ടിൽ വരുമ്പോൾ അവൻ കൂടെ ഇച്ചിരി കൊടുക്കും. ഈ കന്നിമലക്കാരെല്ലാം തകർന്ന് വരിപ്പണമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇതുപോലെയായിരുന്നു ആ താഴെ കിടന്നിരുന്നെങ്കിൽ പെട്ടെന്ന്. പക്ഷെ രണ്ട് രാത്രിയെല്ലാം കിടന്നില്ലായിരുന്നു. ഞാൻ അതിന് പകരം തണ്ണിമത്തം കഴിച്ചു. നിങ്ങൾ ദോസ്തല്ലേ? സന്തോഷിനെ അറിഞ്ഞൂടെ? അറിയാം. പിന്നെ വേണ്ട വെള്ളം കുടിച്ചു. സന്തോഷേ, ഇതാണ് സന്തോഷേ, ഇതാണ് ശ്രീകാര്യത്തു നിന്ന് വന്ന അമ്മയും മോളും. ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നു. ആന പോകുന്നത് ആരെയാണിത്? തമിഴ്നാട്ടിലേക്ക് ആന പോകുന്നത് ഇതുവഴിയാണ്. ഇത്തക്കാട് കണ്ടല്ലോ. പാട്ട് ഞങ്ങൾ 50 രൂപ വെച്ച് കേൾക്കുന്നുണ്ട്. ഇത് കുറച്ചുള്ളൂ, ഒരു 10 മിനിറ്റ് നടത്താം. അത്ര അയ്യ മക്കളെ പേരെന്തോന്ന്? എവിടെ വീട്? സ്ഥലം എവിടെ? എവിടെ? കള്ളിക്കാട് അല്ലേ? കള്ളിക്കാട് കാളിപ്പാറ. ഒറ്റയ്ക്ക് വന്നേ? 2 പിള്ളേരും. ശരി. എപ്പോ കയറി ഇങ്ങോട്ട്? 6 മണിക്ക് വന്നു. ഞാനിത് ആദ്യം വരെയാണ്. ഇത് 3 വയസ്സ്. മക്കളതിന്റെ പേരെന്തുവാ? മോന്റെ അഭിനവ്. നീ എവിടെ പോണേ? ആ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാ? ഇല്ലേ? വാ വാലഞ്ഞോ എടാ ഫോണോടെ ഫോട്ടോ എടുക്ക. ഇതെന്താ മാപ്പാ? അത് കുരുവിമലയല്ലേ? ആ പാറപ്പുറത്ത് 10 പ്രാവശ്യം കണ്ടിട്ട് മൂടുന്ന എഴുതിയിട്ട് അവിടെ ഭയങ്കര ജനമായിരുന്നു. പല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഞാനും ദേവനൊക്കെ അവിടെ പോയിരുന്നു. ഇത് ഞാൻ
വരുന്നു. കൃഷ്ണൻകുട്ടി ഇന്ന് ലീവാ? അതിലൊഴിക്കാം. കഞ്ഞി കുടിച്ചാ? സരിത എല്ലാ വർഷം വരുമോ? സരിത അല്ല, സരളാദേവി. ഇന്നലെ വന്നാ? എവിടെ കിടന്നു ഇന്നലെ? ഓ, അത് ശരി. രാത്രി ആർക്കെ ഓടിയെന്ന് കേട്ടു വിടുന്നു. ആന വന്നോ ഇന്നലെ? ആ, ചമ്പവ് പച്ചടിയാണ്. പിന്നെ കാരണം അങ്ങനെ വരും. അതൊക്കെ വെള്ള ശർക്കര. മലമുകളിലെ കന്നിത്തൂൺ മൂട് എന്ന ശില വനവാസകാലത്ത് ഭീമൻ എടുത്തുവെച്ച ശില എന്നാണ് ഗോത്രവർഗ ജനത വിശ്വസിക്കുന്നത്. അതാണ് ഐതിഹ്യം. കഞ്ഞിയൊക്കെ സൂപ്പർ കേട്ടോ. നേരത്തെ
വീട്ടിൽ ചെല്ലണം. ഇന്നലെ വന്നവരുണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയിരുന്നു. സൂര്യഫെസ്റ്റിനൊക്കെ വരാറുണ്ട്. തിരിച്ചോ? ഹലോ, ഇവിടെ അങ്ങോട്ട് കുറെ പാടാണ്. അല്ല, ഈ ഒരു തേര് കയറിയാൽ മതി. പിന്നെ നിരപ്പാണ്. നിരപ്പാണ്. 100 മീറ്റർ. പിന്നെ ഫുള്ള് നിരപ്പാണ്. അവിടെ നിന്ന് ഇതുപോലെയുള്ള നിരപ്പുള്ള ഇറങ്ങിപ്പോകാൻ വേറെ വഴിയൊന്നുമില്ല. ഇല്ല, ഇതേ ഉള്ളൂ, വഴിയത്തേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ അവിടെ പോയി നിങ്ങൾ അവിടെ കഞ്ഞിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കോവിലൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ രാജേഷ് ഇതിനു മുമ്പ് കന്നിത്തോട് മോളോട് വന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വന്നു. മിടുക്കൻ. അപ്പം നിങ്ങൾ തന്നെ മിടുക്കൻ. നമ്മൾ ഇതാദ്യമായിട്ടാ. എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഓക്കെ, നമ്മളിപ്പോ കഞ്ഞി കിട്ടും. ശരി. ഓക്കെ. ഇവിടെ വന്ന് ഇരുന്നാണ് നമ്മൾ ഉരുണ്ട് വരുമ്പോഴാണെങ്കിൽ ഒന്ന് തടഞ്ഞു നേരത്തെ ആൾക്കാർ മുമ്പിൽ ഇരിക്കുന്നതാണ്. ഞാൻ താഴെ എവിടെയെങ്കിലും തണലത്ത് പോയി ഞാൻ ഒതുങ്ങിയിരിക്കും. ഇതും തണലാണല്ലോ. അവർ കൈ കൊടുക്ക്. പിടിച്ചോ. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയമേ ഭയങ്കര വെയിലല്ലേ? ഇച്ചിരി രാവിലെ വരേണ്ടല്ലേ? ഞങ്ങളൊക്കെ 6 മണിക്ക് കയറിയവരാണ് കേട്ടോ. 6 മണിക്ക് കയറിയവരാണ് ഞങ്ങള്. കുഴപ്പമില്ല. അവിടെ പോയി കഞ്ഞിയൊക്കെ കൊണ്ട് കുടിച്ചിട്ടൊക്കെ റിലാക്സ് ചെയ്ത് വെയിൽ താന്നിട്ട് ഇറങ്ങിയാൽ മതി. പുള്ളിക്കാരൻ പറഞ്ഞു 15 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട് അതുവരെ നടക്കാനെന്ന്. എന്ന് പറഞ്ഞ് പോണ വഴിയിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇനി 5 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നേരത്തെ പറ്റിയതല്ല. മനസ്സിലാ? ഇവർക്കും പറ്റിയതാ. ഇങ്ങനെ പറ്റിയവർക്കും. എവിടുന്ന് വരുന്നത്? 15 മിനിറ്റ് യാത്ര. കഴക്കൂട്ടം. ഓ ശരി. അതെ, ഇവിടുന്ന് കുറച്ച് കയറുമ്പോഴേ ഈറ്റക്കാടുകൾ തുടങ്ങും. അവിടെ എന്തായാലും ഫോറസ്റ്റ് ഗാർഡ് അവിടെ നിൽപ്പുണ്ട്. അവിടെ ഇച്ചിരി സ്പീഡ് നടന്നോളണം. അതിന് മുമ്പ് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് പോകണം. എന്താ പറഞ്ഞാൽ ഇന്നലെ ആനക്കൂട്ടം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോറസ്റ്റുകാരുണ്ട്. അപ്പോൾ അവിടെ അവർ ഇരിക്കാൻ സമ്മതിച്ചില്ല. അതിനിപ്പുറത്ത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇച്ചിരി സ്പീഡ് നടന്നു പോകണം. എവിടെ ഇരിക്കാൻ തോന്നുന്നു? ഇങ്ങോട്ട് ആ ഭാഗത്തല്ലാതെ എവിടെ ഇരിക്കാൻ തോന്നുന്നു? അവിടെ ഇരുന്ന് നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ഇനിയോ? ഇനി 1 മണിക്കൂർ നടക്കേണ്ടി വരും. 1 മണിക്കൂർ. ഇങ്ങനെ പലയിടത്തും നമ്മൾ നിന്നല്ലേ പോവുള്ളൂ. ഓടി സാധാരണ നടന്നാൽ 15 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ 1 മണിക്കൂർ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതെ. അല്ല, നിങ്ങൾ ഇരിക്കണ്ടേ? അല്ല, കയറ്റം ഇതിനകത്ത് ഇനിയുണ്ട്. കയറ്റം നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയണല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. സ്ട്രോക്ക് വന്ന ഒരാളിനെ വഴിയിൽ ഞാൻ കണ്ടു. ഒരു കാല് ഏന്തി കയറി പോകുന്നുണ്ട്. 76 വയസ്സുള്ള ഒരാൾ കയറി പോകുന്നുണ്ട്. വണ്ടി ആക്സിഡന്റിൽ ഒരു കയ്യും കാലും പോയ ഒരാൾ കയറി പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മള് നാണക്കേടല്ലേ? പേര് ബ്ലോഗൊന്നുമല്ല. ഓക്കെ. 15 മിനിറ്റ് കൊണ്ട് കയറി ഇപ്പൊ ഇറങ്ങി വരണം. ഞങ്ങൾ താഴെ എത്തുമ്പോ വൈകുന്നേരം 4:30 ഇറങ്ങിയാൽ മതി കേട്ടാ. വെയിൽ കാണുന്നിട്ട് ഇറങ്ങിയാൽ മതി. രാവിലെ വരേണ്ടതായിരുന്നു. രാവിലെയാണ് രസം. ഞങ്ങളിവിടെ അമ്പൂരിയിലുള്ള